വി രാജേഷ് ബി.ജെ.പി നേതാവ് നമുക്ക് ടെലിഫോണിലെ ശ്രീ വി രാജേഷ്, ഇപ്പോഴത്തെ ഗവർണർ പരസ്യമായി മന്ത്രിമാരുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു. എന്തർത്ഥത്തിലാണ് ഭാരതാംബയുടെ ചിത്രം നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? അതേസമയം പ്രതിപക്ഷ നേതാവും അല്പം മുമ്പ് CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM-ൽ നിന്ന് AR റഹീം MPയും ഒക്കെ സംസാരിക്കുമ്പോൾ ഗവർണർ രാഷ്ട്രീയ നേതാവായി മാറുകയാണ്. ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ ആശയം കടത്താനുള്ള സ്ഥലമല്ല രാജ്ഭവൻ എന്നതാണ് RSSന്റെ പേര് പറയാതെയുള്ള ബിനോയ് വിശ്വത്തിന്റെ ഉൾപ്പെടെ വിമർശനം. അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇനിയിപ്പോ ശ്രീ ബിനോയ് വിശ്വം RSSന്റെ പേരുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കാനില്ല. അപ്പോ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഭാരതത്തിലെ ഒരു രാജ്ഭവൻ, അവിടെ ഭാരതാംബയുടെ പടമല്ലാതെ പിന്നെ ആരുടെ പടം വയ്ക്കേണ്ടത്? ഈ RSS ഞാൻ രാവിലത്തെ ചർച്ചയിൽ തന്നെ മാതൃഭൂമിയിൽ പറഞ്ഞല്ലോ, ഈ RSSും BJP ഒക്കെ ഉണ്ടാകുന്ന RSS ഉണ്ടാകുന്ന രാജ്യത്ത് 1925-ലാണ്. ഭാരതാംബയും ഭാരതവും ഒക്കെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെയുള്ള സങ്കല്പമാണ്, അത് യാഥാർത്ഥ്യമാണ്. 1950-കളിൽ രവീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ജനങ്ങളുടെ, കുട്ടികളുടെ ഒക്കെ തന്നെ ഉള്ളിൽ, ഇവിടെയുള്ള ജനങ്ങളുടെ ഒക്കെ തന്നെ ഉള്ളിൽ രാഷ്ട്രം എന്ന സങ്കല്പം കൃത്യമായിട്ട് വളരെ വൈകാരികമായി നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഗവർണർ വളരെ മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പരിപാടി നടത്തില്ല എന്ന് പറയുവാനുള്ള ഒരു വിവരക്കേട് എന്തിനായി മന്ത്രിമാരൊക്കെ കാണിക്കാട്ടുന്നത്? എന്താ അതിന്റെ പ്രശ്നം? എന്താ അവർക്ക് എന്താണ് അതിന്റെ തടസ്സം? എന്താണ് അല്ലെങ്കിൽ അതിന്റെ തെറ്റെന്താണ്? അങ്ങയുടെ നിലപാട് പറയട്ടെ എന്ന് കരുതിയാണ് അല്പം അങ്ങേ കൂടുതൽ സമയം തന്നത്. പക്ഷേ രാജ്ഭവൻ എന്നത് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ഗവർണർ സാധാരണ നിലയിൽ അവർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ, ഇപ്പോൾ നേരിട്ട് ഭരണഘടനാപരമായ അധികാരമുള്ള സ്റ്റേറ്റും സെൻട്രലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ചുമതലയുള്ള സർവകലാശാലയുടെ കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്നതും പ്രതികരിക്കുന്നതും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റു ചില ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ വിഷയങ്ങളിലേക്ക്, അനാവശ്യമായ വിവാദങ്ങളിലേക്ക് എങ്ങനെയാണ്? അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ലോ, കർണാടകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ബംഗാളിൽ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഈ പൊളിറ്റിക്കലായി ഗവർണർമാർ പ്രവർത്തിക്കുക? അപ്പോൾ ഈ രാജ്ഭവന്റെ ഒരു ഉന്നതമായ അന്തസ്സും ഭരണഘടന നൽകുന്ന ഉന്നതമായ അധികാരവും പദവിയും ഒക്കെ ചെറിയ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നത് ഗവർണർമാരുടെയും രാജ്ഭവന്റെയും ഭാഗത്തും വീഴ്ചയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതിപക്ഷ നേതാവിന്റെയും ഈ പറയുന്ന മന്ത്രിയുടെ ഒക്കെ അഭിപ്രായത്തിൽ, മാതൃഭൂമിയുടെ അഭിപ്രായത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ മന്ത്രിയുടെയൊക്കെ അഭിപ്രായത്തിൽ ഭാരതാംബയുടെ ചിത്രം കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുള്ള കാര്യമാണോ? ഉന്നത നിലവാരത്തിൽ ചേരാത്ത കാര്യമാണോ? അവർ തുറന്നു പറയട്ടെ. ഭാരതാംബയുടെ ചിത്രം ഭാരതത്തിൽ ഒരിടത്തും വയ്ക്കാൻ പാടില്ല. ഭാരതം എന്ന് പറയുമ്പോൾ, നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ പാർലമെന്റ് മന്ദിരവും രാഷ്ട്രപതി മന്ദിരവും രാജ്ഭവനും ഒക്കെ ചേരുന്നതാണ്. അവിടെ എങ്ങും വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടെങ്കിൽ VD സതീശനും ബിനോയ് വിശ്വവും തുറന്നു പറയാൻ സാധിക്കട്ടെ. ഞാൻ ഒരു കാര്യം ബിനോയ് വിശ്വത്തിനോടും ഈ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആ നിലപാടിനെ അനുകൂലിക്കുന്നവരോടൊന്ന് പറയട്ടെ. ആ പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും കുറെ കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ 10-20-30 വർഷം മുമ്പൊക്കെ. ഈ രാജ്യവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് പൊടിമോലുമില്ല കണ്ടുപിടിക്കാൻ. ഏതായാലും ഒരു രാഷ്ട്രീയ വിവാദത്തിനും തർക്ക വിതർക്കത്തിനുമൊക്കെ സെൻട്രൽ പോയിന്റായി വീണ്ടും രാജ്ഭവൻ മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സവിശേഷമായ വീണ്ടും ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യം. അത് എത്രത്തോളം രാജ്ഭവന്റെ അന്തസ്സിന് ചേർന്നതാണ്? സർക്കാരിനെ സംബന്ധിച്ചും രാജ്ഭവനുമായുള്ള ഏറ്റുമുട്ടൽ എത്രത്തോളം നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അന്തസ്സിന് ചേർന്നതാണ് തുടങ്ങിയ ചോദ്യമൊക്കെ ഇത് ആദ്യമായി കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഉയർന്നിട്ടുണ്ട്. അത് കേരളത്തിലും അതിന്റെ അലയൊലി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു സംഭവം അത്തരം ചർച്ചകൾക്ക് വഴിമരുന്ന് ഇടുന്നതാണ്. അതേസമയം ഗവർണർ ഇന്ന് നടത്തിയ ആ പ്രതികരണം, ഗവർണർ മന്ത്രിമാരെ വിമർശിച്ച ആ പ്രതികരണം